ഹായ്, കഴിഞ്ഞ ദിവസം നമ്മൾ പെഗ് റേഷ്യോനെ പറ്റി വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ പെഗ് റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പി ഡിവൈഡഡ് ബൈ ഗ്രോത്ത് ആണ് പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഗ്രോത്തിന്റെ സമയത്ത് ഞാൻ സെയിൽസ് ഗ്രോത്ത് എന്നാണ് കൂടുതൽ പറഞ്ഞിരുന്നത്. ആക്ച്വലി ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ EPS ആണ്, ഏർണിംഗ്സ് പെർ ഷെയർ ആണ്. അതായത് ടോട്ടൽ നമുക്ക് ഇടുന്ന ആ പാർട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് EPS കിട്ടും, ഏർണിംഗ്സ് പെർ ഷെയർ കിട്ടും. ആ ഏർണിംഗ്സ് പെർ ഷെയറിന്റെ ഗ്രോത്തിനനുസരിച്ചിട്ട് അത് വെച്ചാണ് P-നെ ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ സെയിൽസ് ഗ്രോത്ത് എന്നാണ് പറഞ്ഞത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, ഞാൻ നോർമലി സെയിൽസ് ഗ്രോത്ത് വെച്ചിട്ടാണ് ഈ പെഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാറ്. അത് P എന്ന് പറയുന്നത് ഞാൻ നോർമൽ P അല്ല എടുക്കുന്നത്, ഫോർവേഡ് P ആണ് എടുക്കുന്നത്. ഫ്യൂച്ചറിൽ കമ്പനി എങ്ങനെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നതാണ് ഈ ഫോർവേഡ് P എടുക്കുന്നത്. അതേ ഡിവൈഡഡ് ബൈ കമ്പനിയുടെ സെയിൽസ് ഗ്രോത്ത് ആണ് ചെയ്യുന്നത്. അതിന്റെ റീസൺ വേറെ ഒന്നുമല്ല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ പോർട്ട്ഫോളിയോ സെയിൽസ് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ തന്നെ എന്റെ കമ്പനികൾ ഞാൻ പറഞ്ഞപ്പോൾ 26 കമ്പനികളോളം ഹോൾഡ് ചെയ്യുന്നതിൽ 4 കമ്പനികളോളം ഈ പറഞ്ഞ പോലെ ടേൺ അറൗണ്ട് സ്റ്റോറിയിൽ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളാണ്. പിന്നീടുള്ള ബാക്കിയുള്ള 22 കമ്പനികളിൽ 21 കമ്പനികൾക്കും എനിക്ക്